മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ചുള്ള കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യം, സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നാളത്തെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കും, ഭാവിയിൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ ഏതു വിധത്തിൽ കൈകാര്യം ചെയ്യും എന്നീ വിധത്തിൽ ചിന്തിച്ച് നമ്മൾ ഭാരപ്പെടാറുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാം, ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യാം എന്ന ഭയമാണ് പ്രയാസമുണ്ടാക്കുന്നത്. വാസ്തവത്തിൽ ഇല്ലാത്തതും ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന് മനസ്സിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ആകുല ചിന്തയുടെ ഉറവിടം. ആകുല ചിന്ത ദോഷമല്ലാതെ യാതൊരു നന്മയും നമുക്ക് ചെയ്യുകയില്ല. കണ്ണുപൊട്ടൻ കൂരിരുട്ടത്ത് അവിടെയില്ലാത്ത കറുത്ത പൂച്ച കടിക്കുമെന്ന് ഭയപ്പെടുന്നതാണ് ആകുല ചിന്ത എന്ന് ആരോ പറഞ്ഞത് ശരിയാണ്. മാനസികമായി ശാരീരികമായി നമ്മെ ബലഹീനരാക്കുവാൻ ആകുല ചിന്ത കാരണമാകാം. ഇന്നുള്ളതും നാളെ ഉണ്ടാകാനിരിക്കുന്നതുമായ പ്രശ്നങ്ങളുടെ ഭാരം ഒരുമിച്ച് ഇന്ന് വഹിക്കുവാൻ ശ്രമിച്ചാൽ നമ്മൾ തളർന്നുപോകും. അതുപോലെ തന്നെയാണ് നാളത്തെ പ്രയാസങ്ങൾ ഇന്ന് വഹിക്കാൻ ശ്രമിക്കുന്നത്. അതത് ദിവസത്തെ ഭാരം അന്നന്ന് വഹിക്കുന്നതാണ് നല്ലത്. നമ്മുടെ പൂർവ്വകാല അനുഭവങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ആകുല ചിന്ത അർത്ഥശൂന്യമെന്ന് കാണാം. വരും കാലത്ത് സംഭവിച്ചേക്കുമെന്ന് ചിന്തിച്ച് ഭയപ്പെട്ട പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നേരിട്ടപ്പോൾ നാം ഭയപ്പെട്ടതുപോലെ ഭീകരമായിരുന്നില്ല. നമ്മൾ മുൻപിൽ കാണാത്ത പോംവഴികൾ തക്ക സമയത്ത് തുറന്നു വരും. ദൈവം ഇടയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ഈ വാസ്തവം വിട്ടുകളയുന്നതിനാലാണ് നമ്മൾ ആകുലചിത്തരാവുക. ദൈവരാജ്യത്തിലും അവന്റെ നീതിയിലും വിശ്വസിച്ചാൽ ആകുല ചിന്തയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവം ലോകത്തെ ഭരിക്കുന്നു, അതിനാൽ നീതിപൂർവ്വം നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കും. ദൈവത്തിന്റെ പരമാധികാരത്തിന് കീഴിലാണ് സകലവും നിയന്ത്രിക്കപ്പെടുന്നതെങ്കിൽ ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. അപ്പോൾ ആകുല ചിന്തയ്ക്ക് ആവശ്യമില്ല. നാളത്തെ ഭാരം ഇന്നു തന്നെ നാം ശിരസിൽ എടുക്കരുത്. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.